Okay, students, welcome to online class. Today we are going to explain the very first chapter of your plus 2 zoology, that is human reproduction. നമുക്ക് എല്ലാവർക്കും അറിയുന്ന എന്നാൽ അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മൾ വിചാരിക്കും എല്ലാവർക്കും ഇതറിയാം, ഞങ്ങളൊക്കെ ഇതിൽ വെൽ വേഴ്സ്ഡ് ആണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ ചാപ്റ്ററിനെ പറ്റി കുറേ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ്. രണ്ട് വാക്കാണ് നമ്മൾ പറയുന്നത്. ഹ്യൂമൻസ് ആർ sexually reproducing and viviparous. Sexual reproduction, viviparity. നിങ്ങൾക്കറിയാം റീപ്രൊഡക്ഷൻ. വാട്ട്സ് ദ മീനിങ് ഓഫ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ the production of the new individual of its own type. The production of the individual with its own type. ഒരേപോലുള്ള മറ്റ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. അതിനെയാണ് നമ്മൾ ഒരേപോലെ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരേപോലത്തെ കുട്ടികൾ നല്ല ഉദ്ദേശിച്ചത്. അതായത് മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു ജീവി അതേപോലെ അവരുടെ തന്നെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. റീപ്രൊഡക്ഷൻ പല ടൈപ്പ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട റീപ്രൊഡക്ഷൻ നിങ്ങൾക്കറിയാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനുമുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓൺലി ദ നീഡ് ഓഫ് വൺ പാരന്റ്, ഒരു പാരന്റ് മതി. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ നീഡ് ഓഫ് ടു പാരന്റ്. വെറും ടു പാരന്റ് പോരാ, ടു പാരന്റ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഓപ്പോസിറ്റ് സെക്സ് ഉള്ള രണ്ട് പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ നീഡ് ഓഫ് വൺ പാരന്റ്. രണ്ടാമത്തെ ഡിഫറൻസ്, ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് നോ ഫ്യൂഷൻ ഓഫ് ഗാമറ്റ്സ്. ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലോ ദർ ഇസ് ദ ഫ്യൂഷൻ ഓഫ് ടു ഗാമറ്റ്സ്. ഹ്യൂമന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദർ ഇസ് ദ ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവ. സ്പേമും ഓവയും തമ്മിലുള്ള യൂണിയൻ ആണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. ദ ഫ്യൂഷൻ ഓഫ് ദ ഗാമറ്റ്സ്. ആൻഡ് തേർഡ് പോയിന്റ് എന്താ? ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് നോ വേരിയേഷൻ. വേരിയേഷൻ ഇല്ല. കാരണം എങ്ങനെയാണോ പാരന്റ് അതേ സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ദർ ഈസ് വേരിയേഷൻ. നമ്മൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഹെറിഡിറ്റി, വേരിയേഷൻ രണ്ടും കാണും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. അതായത് പാരന്റിന്റെ സ്വഭാവം ഉണ്ടാവും, പാരന്റിന് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടാവും. വേരിയേഷൻ ഈസ് ദ യുണീക്ക് ക്യാരക്ടർ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പൊ ഈ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള നമ്മൾ ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്. ഓഫ്സ്പ്രിങ് സെക്ഷലി റീപ്രൊഡ്യൂസ്, അതായത് സന്താനങ്ങൾ എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് ഓഫ്സ്പ്രിങ്. അപ്പൊ ഹ്യൂമൻ ബീയിങ്ങിൽ ഏതാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ? ഹ്യൂമൻ ബീയിങ്സില് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ദേ ആർ ഇൻവോൾവ്ഡ്. ടു പാരന്റ് ഈസ് നീഡഡ്. ടു പാരന്റ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് ഈസ് നീഡഡ്. ഫ്യൂഷൻ ഓഫ് ഗാമറ്റ് ടേക്ക് പ്ലേസ് ആൻഡ് വേരിയേഷൻ ക്യാൻ സീൻ. അതാണ് നമ്മൾ പറഞ്ഞ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ ബീയിങ്സ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിവിപാരിറ്റി. എന്താണ് വിവിപാരിറ്റി? നമ്മൾ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനിമൽ കിങ്ഡത്തില് മാമൽസ് ആർ വിവിപാരസ്, അല്ലെ? മാമൽസ് എന്ന് പറയുന്നത് വിവിപാരസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് വിവിപാരസ് എന്ന് പറഞ്ഞാൽ? മാമൽസ് ആർ വിവിപാരസ്. വിവിപാരസ് മീൻസ് ഗീവ് ബർത്ത് ടു യങ് വൺസ്. അതായത് ഒവിപാരസ് എന്ന് പറഞ്ഞാൽ ലേ എഗ്സ്, മുട്ടയിടുന്നതിനെയാണ് എന്ത് പറയാ? ഒവിപാരിറ്റി എന്ന് പറയുന്നത്. ഒവിപാരസ്. അങ്ങനെയുള്ള ഒരു മാമൽ ഉണ്ട്, നിങ്ങൾക്കറിയാം. ആ മാമൽ ഏതാണ്? എക്കിഡ്ന ആൻഡ് പ്ലാറ്റിപ്പസ്. ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം. ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ്, അതായത് ഓർണിത്തോറിംഗസ്, അതുപോലെ എക്കിഡ്ന, ഇവരൊക്കെ എഗ് ലേയിങ് മാമൽസ് ആണ്. ബാക്കി എല്ലാ മാമൽസും എന്താണ്? ഗീവ് ബർത്ത് ടു യങ് വൺസ് ആണ്. അതിനെയാണ് നമ്മൾ വിവിപാരിറ്റി എന്ന് പറയുക. അല്ലാതെ നമ്മളൊന്നും മുട്ടയിടുന്ന ജീവികളല്ല.
അതുകൊണ്ട് സെക്ഷലി റീപ്രൊഡ്യൂസിംഗുമാണ് വിവിപാരസുമാണ് മനുഷ്യൻ. പിന്നെ വേറൊരു പ്രത്യേകത മനുഷ്യന് നമ്മൾ പറയുന്നത് സെക്ഷൽ ഡൈമോർഫിസം. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ കണ്ടാൽ മനസ്സിലാവില്ല. എങ്കിലും മെയിലും ഫീമെയിലും എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിൽ തിരിച്ചറിയണം. അതിനെയാണ് നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. അത്തരത്തിൽ സെക്ഷൽ ഡൈമോർഫിസം ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കണം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡിഫറെൻ്റ് ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഡിഫറെൻ്റ് ആണ്. ആ രണ്ട് ഡിഫറെൻ്റ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. സോ ഫസ്റ്റ് വി ക്യാൻ ഗോ ഫോർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമുക്ക് ആദ്യം തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമുക്ക് പഠിക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ പ്രൈമറി സെക്സ് ഓർഗാൻ ആണ്. ഏതാണ് മെയിലിലെ പ്രൈമറി സെക്സ് ഓർഗാൻ, ഏതാണ് ഫീമെയിലിലെ പ്രൈമറി സെക്സ് ഓർഗാൻ നമുക്ക് നോക്കണം. പ്രൈമറി സെക്സ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ പ്രൈമറി സെക്സ് ഓർഗാൻ ടെസ്റ്റിസ് ആണ്. Testis is the primary sex organ of male, and ovary is the this only. Male reproductive system testis, and ovary in the female reproductive system. Female reproductive system ovary ആണ്, male reproductive system testis ആണ്. എന്താണ് ഒരു പ്രൈമറി സെക്സ് ഓർഗാനിന്റെ പ്രത്യേകത? എൻട്രൻസിനെല്ലാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി സെക്സ് ഓർഗാൻ? പ്രൈമറി സെക്സ് ഓർഗാൻ എന്ന് ചോദിച്ചാൽ ആകെ രണ്ടേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. മെയിലാണെങ്കിൽ അത് ടെസ്റ്റിസും, ഫീമെയിലാണെങ്കിൽ ഓവറിയുമാണ്. അപ്പൊ എന്തായിരിക്കും ഒരു പ്രൈമറി സെക്സ് ഓർഗാനിന്റെ ജോലി? പ്രൈമറി സെക്സ് ഓർഗാൻ ഹാസ് ടു ഫങ്ഷൻസ്. വിച്ച് ആർ ദ ടു ഫങ്ഷൻസ് ഓഫ് പ്രൈമറി സെക്സ് ഓർഗാൻ? One, it produce the gametes. For testis ആണെങ്കിൽ it produce the male gamete. Male gamete എന്താ? Male gamete എന്ന് പറയുന്നത് sperm. അപ്പോൾ testis will produce male gamete, that is sperm. Male gamete is the sperm, and ovary produce the female gamete, that is the ovum. So testis produce sperm and ovary produce ovum. These are the ഗാമറ്റ്സ്. അപ്പൊ ഗാമറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി സെക്സ് ഓർഗാന്റെ ഒരു ജോലി. അപ്പൊ രണ്ടാമത്തെ ജോലി എന്താ? ഈ ഗാമറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റീപ്രൊഡക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ജോലി. ഏതെല്ലാമാണ് ഹോർമോൺസ്? മെയിലാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരൊറ്റ ഹോർമോൺ, കോമൺ ആയിട്ട് പേരുണ്ട്, ടെസ്റ്റിസ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രോജൻ എന്ന് നമ്മൾ പറയും. ഈ ആൻഡ്രോജൻ എന്താണ്? ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം, ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇതാണ് മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്. അത് ടെസ്റ്റിസിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോ ആൻഡ്രോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടെസ്റ്റിസ്. അപ്പൊ ടെസ്റ്റിസിൽ സാധാരണയായിട്ട് ടെസ്റ്റിസിനകത്ത് ടെസ്റ്റിസ് രണ്ട് ജോലിയാണ് ചെയ്യുന്നത്. ടെസ്റ്റിസ് ഒരു പ്രൈമറി സെക്സ് ഓർഗാൻ ആയതുകൊണ്ട് രണ്ട് ജോലിയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ടെസ്റ്റിസ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ഗാമറ്റ്. രണ്ടാമത്തത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. എന്താണ് ആ ഹോർമോൺ? ദാറ്റ് ഹോർമോൺ ഈസ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ, ദാറ്റ് ഈസ് ദ ടെസ്റ്റോസ്റ്റിറോൺ. ആക്ച്വൽ നെയിം ഈസ് കോൾഡ് ടെസ്റ്റോസ്റ്റിറോൺ. അതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ആൻഡ്രോജൻ. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് വിച്ച് ഈസ് ദ പ്രൈമറി സെക്സ് ഓർഗാൻ? ദാറ്റ് ഈസ് ഓവറി. അപ്പൊ ഓവറിയുടെ ജോലി എന്തായിരിക്കും? ഓവറി പ്രൊഡ്യൂസ് ഓവം. ഓവറിക്ക് ഒരു ജോലി, ഓവറി പ്രൊഡ്യൂസ് ഓവം. രണ്ടാമത്തെ ജോലി എന്താ? ഓവറി പ്രൊഡ്യൂസ് ഓവം. ഓവം ഇസ് ദ ഗാമറ്റ്. രണ്ടാമത്തെ നമുക്കറിയാം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏതൊക്കെ ഹോർമോൺ ആണ് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവറി പ്രൊഡ്യൂസ് മെയിൻലി ടു ഹോർമോൺ. വിച്ച് ആർ ദ ടു ഹോർമോൺ? വൺ ഈസ് കോൾഡ് ഈസ്ട്രോജൻ. Second one is progesterone. These are the
ഫീമെയിൽ ഹോർമോൺസ്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഈസ്ട്രോജൻസ് എന്ന് പറയാറുണ്ട്. ഈസ്ട്രോജൻസ് എന്ന് പറയുന്നത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണാണ്. സ്പെസിഫിക് നെയിം എടുക്കുകയാണെങ്കിൽ ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ. ഈ രണ്ട് ഹോർമോണും ഒവേറിയൻ ഹോർമോൺസ് ആണ്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവറിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് പ്രൈമറി സെക്സ് ഓർഗാൻ. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം എൻട്രൻസിന് പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗങ്ങളാണ് എഴുതാറുള്ളത്. അതുകൊണ്ടാണ് രണ്ട് പ്രൈമറി സെക്സ് ഓർഗാനേ ഉള്ളൂ. മെയിൽ അത് ടെസ്റ്റിസ്, ഫീമെയിൽ അത് ഓവറി. നമുക്ക് വീണ്ടും തിരിച്ചിട്ട് എന്തിലോട്ട് വരാം? നമുക്ക് മെയിൽ ഇതിലേക്ക് വരാം, മെയിലിലോട്ട് വരാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. The male reproductive system consists of a pair of ovary. എന്തൊക്കെയാണ്? A pair of first one a pair of ovary ആണോ? A pair of testes. Male reproductive system consists of a pair of testes. Then second one, accessory ducts. Third one is associated glands. Fourth one, external genitalia. These are the four parts of a male reproductive system. A pair of testes, not ovary. A pair of testes, accessory ducts, associated glands, and external genitalia. External genitalia is mainly for the sexual contact only. No other function actually. So a pair of testes ഉണ്ട്, പിന്നെ അസസറി ഡക്റ്റുകളുണ്ട്. നിങ്ങളിലെ കമ്പ്യൂട്ടർ അസസറീസ്, അത് കമ്പ്യൂട്ടറിന് വർക്കിംഗ് അത്യാവശ്യമാണ്. അതുപോലെ അസസറി ഡക്ട്സ്, പിന്നെ അസസറി ഗ്ലാൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഗ്ലാൻസ് എന്ന് പറയാം. ഈ ഗ്ലാൻഡും ടെസ്റ്റിസിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയയാണ്. ഇത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. എന്തൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? എ പെയർ ഓഫ് ടെസ്റ്റീസ്, പിന്നെ അസസറി ഡക്ട്സ്, അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇനി നമുക്കിത് ഓരോന്ന് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിയും. അപ്പോൾ പെയർ ഓഫ് ടെസ്റ്റിസ്, എവിടെയാണ് ടെസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത്? ടെസ്റ്റിസ് അബ്ഡമന്റെ ഉള്ളിലാണോ അബ്ഡമന്റെ പുറത്താണോ എന്ന് ചോദിച്ചാൽ, എംബ്രിയോണിക് സ്റ്റേജിൽ ടെസ്റ്റിസ് ആയാലും ഓവറി ആയാലും, in the embryonic stage, whether it is testis or ovary, it is in the abdomen. പക്ഷേ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ മെയിൽ എന്ത് ചെയ്യും? ഈ ടെസ്റ്റിസ് പുറത്ത് ഒരു എക്സ്ട്രാ അബ്ഡോമിനൽ പൗച്ചിലേക്ക് മാറും. എന്നാൽ ഫീമെയിലിൽ ഓവറി അബ്ഡമന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, നോട്ട് മൈഗ്രേറ്റഡ്. അപ്പൊ അതായത് ടെസ്റ്റ് മെയിലും ഫീമെയിൽ നമ്മൾ വ്യത്യാസമായും പറഞ്ഞത്, രണ്ടിലും എംബ്രിയോണിക് സ്റ്റേജിൽ അബ്ഡോമന്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. പക്ഷേ അബ്ഡോമിനൽ ടെസ്റ്റിസ് നമ്മൾ ജനിക്കുമ്പോഴത്തേക്ക് എക്സ്ട്രാ അബ്ഡോമിനലായി മാറും. അതായത് അബ്ഡോമന്റെ പുറത്ത് ഈസ് എ പർട്ടിക്കുലർ സാക്ക്, മസ്കുലാർ സാക്ക്. അതിന്റെ പേരാണ് സ്ക്രോട്ടം. എന്താണ് പേര്? സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന ഒരു മസ്കുലാർ സാക്കിലേക്ക്, ഇപ്പോൾ ഈ ഒരു സാക്ക്, ഇതിലാണ് എന്ത് വരുന്നത്? ടെസ്റ്റിസ് വരുന്നത്. ഒരു മസ്കുലാർ സാക്കിലേക്ക് ഇറങ്ങി വരും എംബ്രിയോണിക് സ്റ്റേജിന് ശേഷം. ജനിക്കുമ്പോൾ അറ്റ് ദ ബർത്ത് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഈ ടെസ്റ്റിസ്, ഇത് ഉള്ളിലുള്ള ടെസ്റ്റിസ് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഈ സ്ക്രോട്ടം എന്തിനാണത്? സ്ക്രോട്ടത്തിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഓർഗാൻ അല്ലേ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഓർഗാൻസും എൻക്ലോസ്ഡ് ഇൻ ബോണി കേസ് അല്ലേ? ബ്രെയിന്, ഹാർട്ട്, ലങ്സ് എല്ലാം ഒരു ബോണി കേസിനുള്ള. എന്തിനാണ് ഇത് മാത്രം പുറത്തു കൊണ്ടുവച്ചത്? ഒന്ന് നമ്മൾ ആഞ്ഞിട്ടൊന്ന് വഴുക്കി വീണാൽ ചിലപ്പം ഇത് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉള്ളതല്ലേ? എന്തിന് പിന്നെ ഇത് ഇത്രയും ഇതായി വെച്ചിരിക്കുന്നു? കാരണമുണ്ട്. അത് നിങ്ങളുടെ അബ്ഡമന്റെ ഉള്ളിലാണെങ്കിൽ ഒരാൾക്കും കുട്ടികൾ ഉണ്ടാവില്ല. കാരണം എന്താ? സ്പെർമാറ്റോജനസിസ് ഈസ് ഗമിറ്റോജനസിസ് എന്ന് പറയും. നമ്മൾ ഈ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗമിറ്റോജനസിസ്.
Gametogenesis is the formation of gamete. അതിലൊന്നാണ് സ്പെർമാറ്റോജനസിസ്, oogenesis. രണ്ടെണ്ണം. ഒന്ന് സ്പേം ഉണ്ടാവുന്നത്, രണ്ടാമത്തത് ഓവം ഉണ്ടാവുന്നത്. ഈ സ്പേം ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? സ്പെർമാറ്റോജനസിസ് നോർമലി ടേക്ക് പ്ലേസ് അറൌണ്ട് 35 degrees Celsius. ആൻഡ് തിങ്ക് അബൌട്ട് യുവർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? 37 degrees Celsius. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ആണ്. സ്പെർമാറ്റോജനസിസിന് അനുയോജ്യമായ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 35 വേണ്ട സ്ഥലത്ത് 37 ആയി കഴിഞ്ഞാൽ സ്പേം നശിച്ചു പോവില്ലേ? അത് നശിക്കാതിരിക്കാൻ വേണ്ടി ബോഡി ടെമ്പറേച്ചറേക്കാൾ ടെമ്പറേച്ചർ കുറഞ്ഞൊരു ടെമ്പറേച്ചറിൽ സ്പെർമാറ്റോജനസിസ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലുള്ള. ഇത് നിങ്ങളുടെ +2 ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എൻട്രൻസിലും ചോദിക്കാറുണ്ട്. വൈ ടെസ്റ്റിസ് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ഇൻ ആൻ എക്സ്ട്രാ അബ്ഡോമിനൽ പൗച്ച്? ഒരു മസ്കുലാർ പൗച്ചിന്റെ ഉള്ളിൽ എന്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു? വൈ ഇറ്റ് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ്? ആൻസർ എന്താണ്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ 2 to 2.5 degrees Celsius less than the body temperature, which is essential for spermatogenesis. അത്രയും കാര്യം നമ്മൾ പറയണം. എന്താണ് നമ്മൾ പറയുന്നത്? വൈ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈ ടെസ്റ്റിസ് ഈസ് kept in scrotum outside the abdomen എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയണം? This is due to or in order to reduce the scrotal temperature, in order to reduce the scrotal temperature 2 to 2.5 degrees Celsius, 2 to 2.5 degrees Celsius less than the body temperature. അല്ലാതെ in order to reduce the body temperature എന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും AC റൂമിന്റെ ആവശ്യം ഉണ്ടാവില്ല. വെറും സ്ക്രോട്ടം മതിയല്ലോ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഒരു സാധനമാണ് ഇതെങ്കിൽ. ഇത് ബോഡി ടെമ്പറേച്ചർ ഒരിക്കലും കുറയ്ക്കുന്നില്ല. ബോഡി ടെമ്പറേച്ചർ 37 degrees Celsius തന്നെയാണ്. പക്ഷെ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനാ പുറത്ത്. ഉള്ളിലാണെങ്കിൽ 37 അല്ലേ ഉണ്ടാവുക. അപ്പൊ എന്താ? സ്പെർമാറ്റോജനസിസ് നടക്കൂല, സ്പേം ഉണ്ടാവില്ല, ഒരൊറ്റ പുരുഷന്മാർക്കും കുട്ടികൾ ഉണ്ടാവില്ല. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ 2 to 2.5 degrees Celsius less than the body temperature, which is essential for spermatogenesis. Normally, spermatogenesis will take place around 35 degrees Celsius. That is why it is always kept outside in a pouch called scrotum. നമ്മളുടെ +2 സുവോളജിയിലെ ആദ്യത്തെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. 1 മാർക്കാണെങ്കിൽ 1 മാർക്ക്. ഇതാണ് ഫസ്റ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത്. ഇത് ഇറങ്ങി വരുന്നത് ഒരു കനാൽ വഴിയാണ്. ഇത് ഞാനൊരു എൻട്രൻസിന് വേണ്ടി പറയുന്നുള്ളൂ. ഒരു കനാൽ വഴിയാണ് ഇറങ്ങി വരുന്നത്. ആ കനാലിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഇൻക്യുനൽ കനാൽ എന്ന് പറയുന്നത്. ഇൻക്യുനൽ കനാൽ. ചില കുട്ടികളിൽ ജനിക്കുമ്പോൾ ഈ സ്ക്രോട്ടത്തില് ടെസ്റ്റിസ് ഉണ്ടാവില്ല. ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങാതിരിക്കും. അൺഡീസെന്റ് അല്ല കേട്ടോ, അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ഇൻ ടു ദ സ്ക്രോട്ടം. എന്താ അർത്ഥം മനസ്സിലായില്ലേ? സ്ക്രോട്ടത്തിലോട്ട് എന്തിറങ്ങില്ല? ടെസ്റ്റിസ് ഇറങ്ങാതെ അബ്ഡമന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഈ ഒരു അവസ്ഥ ഒരു പ്രശ്നമാണ്. കാരണം ഒരാൾ മരിച്ചൊന്നും പോവില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് സ്പെർമാറ്റോജനസിസ് നടക്കില്ല, കുട്ടികൾ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്, അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ഇൻ ടു ദ സ്ക്രോട്ടം. ടെസ്റ്റിസിലേക്ക്, സ്ക്രോട്ടത്തിലേക്ക് ടെസ്റ്റിസ് ഇറങ്ങാതിരിക്കുന്ന ഒരവസ്ഥ ജനിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ പറയുന്ന പേരാണ് ക്രിപ്റ്റോർക്കിഡിസം. ഈ 2 പോയിന്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എൻട്രൻസ് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാൻ മതി, വേറെ ഒന്നും ചോദിക്കില്ല. ഈ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങുന്ന കനാലിന്റെ പേരാണ്
ഇൻക്യൂനൽ കനാൽ. ചില കുറച്ച് ഏജ് ആവുമ്പോൾ മസിൽ കുറച്ച് വീക്ക് ആവുന്ന സമയത്ത് ഈ കനാലിൽ വീക്ക് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡസ്റ്റൈൻ തന്നെ ഇതിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെയാണ് സാധാരണ നമ്മൾ ഇൻക്യൂനൽ ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ എന്ന് പറയും. അപ്പൊ എന്തായിരുന്നാലും ഇൻക്യൂനൽ കനാൽ എന്ന കനാൽ വഴിയാണ് ഇത് വരുന്നത്. വരാതിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ക്രിപ്റ്റോകേഡിസം. ഇത് രണ്ടും ജസ്റ്റ് മാത്രം നോട്ട് ചെയ്യുക. നമുക്ക് ഇനി വീണ്ടും തിരിച്ചു വരാം. ടെസ്റ്റിസിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻ എൻ എക്സ്ട്രാ അബ്ഡോമിനൽ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ്, അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു ടെസ്റ്റിസിനുള്ളിൽ എന്താണ് കാണുന്നത്? ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഏകദേശം ഇതൊരു സംഭവമാണ് ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസിനുള്ളിൽ ഏകദേശം ഒരു 250ഓളം കമ്പാർട്ട്മെന്റ് കാണും. 250 കമ്പാർട്ട്മെന്റ്സ്. ഈ 250 കമ്പാർട്ട്മെന്റ്സ് നമ്മൾ എന്താ പറയുക? ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ കമ്പാർട്ട്മെന്റുകൾ കാണാം. അറൌണ്ട് 250 കമ്പാർട്ട്മെന്റ് ഇൻ ഈച്ച് ടെസ്റ്റിസ്. ഏകദേശം 250 കമ്പാർട്ട്മെന്റ് ആസ് എൻ ആവറേജ്. അത് 249 ഒരു രോഗമാണെന്ന് വിചാരിക്കരുത്. ആസ് എൻ ആവറേജ് 250 കമ്പാർട്ട്മെന്റ്സോളം ഓരോ ടെസ്റ്റിസിന്റെ ഉള്ളിലുമുണ്ട്. ഈ ഓരോ ടെസ്റ്റിസിലുമുള്ള ഈ കമ്പാർട്ട്മെന്റുകളെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇവയാണ് നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ് എന്ന് പറയുന്നത്. എന്താണ് പറയുക? ടെസ്റ്റിക്കുലാർ ലോബ്. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ടെസ്റ്റിക്കുലാർ ലോബ് എന്ന് പറയാം. ഓരോ ടെസ്റ്റിസിന്റെ ഉള്ളിലും ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റ് കാണുന്നു. ഈ കമ്പാർട്ട്മെന്റുകളെയാണ് ടെസ്റ്റിക്കുലാർ ലോബ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്.